everyone, welcome to my YouTube channel. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓണമൊക്കെ തീർച്ചയായിട്ടും എത്താറായി. അപ്പോൾ എല്ലാവരും ഓണക്കോടിയൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ശ്രമത്തിലായിരിക്കും. എവിടെ നിന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാം, അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കുറേ കോസ്റ്റ്യൂംസ് എവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാം. ഇപ്പം അറിയാലോ, സ്റ്റിച്ചിങ് കോസ്റ്റൊക്കെ വളരെയധികം കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യാമെന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ എല്ലാവരും നിൽക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. ഞാൻ ഒരുപാട് കോസ്റ്റ്യൂംസ് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അതും അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തെന്നുള്ളത്. തീർച്ചയായിട്ടും മീഷോയിൽ നിന്ന് തന്നെയാണ്. മീഷോയിൽ നിന്നുള്ള 2 കോസ്റ്റ്യൂംസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പം കൂടുതൽ സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഓണം ആയതുകൊണ്ട് തന്നെ കൂടുതലും സാധാരണ ഓണത്തിന് അങ്ങനെ ഞാൻ ഈ ഒരു എത്നിക് വെയർ എന്ന് പറഞ്ഞിട്ട് ഒരു കാറ്റഗറിയിൽ പെടുന്ന സംഭവങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യാറില്ല. എനിക്ക് കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ജീൻസും ടോപ്പും ഫ്രോക്സും അങ്ങനത്തെ ഡ്രസ്സസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഞാൻ ഓണം ആകുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ ഒരു ഓൺലൈൻ ലിസ്റ്റ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കും. എനിക്ക് ഓഫ്ലൈനിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഓൺലൈൻ്റെ തന്നെയാണ്. പിന്നെ ഓഫ്ലൈൻ പോകാൻ ഇഷ്ടമാണ്. വീട്ടുകാരോട് കൂടെയൊക്കെ രാവിലെ ഇറങ്ങി വൈകിട്ട് ഇത്രയും പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുന്ന ഒരു ഭയങ്കര ഒരു അടിപൊളി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ബട്ട് സ്റ്റിൽ അങ്ങനെ പോകുമ്പോഴേക്കും എൻ്റെ ഇഷ്ടത്തിനുള്ള സംഭവങ്ങൾ അങ്ങനെ പൊതുവെ കിട്ടാറില്ല. അപ്പം ഞാൻ പൊതുവെ ഓൺലൈനായിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യലാണ് പൊതുവേ ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പ്രാവശ്യം ഞാൻ ഓർത്ത് അങ്ങനെ ഒരു ഓണം രീതിയിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളും ചിലപ്പോൾ മീഷോയിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ട് ഇത് വേണോ, ഇത് ശരിയാവും. മീഷോയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ, ക്വാളിറ്റി എന്ന് പറയുന്നൊരു സംഭവമാണല്ലോ നമ്മളെല്ലാം വിചാരിക്കുന്നത്. കാശ് കൊടുത്ത് മേടിച്ചിട്ട് പൈസ കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും വാങ്ങിയിട്ട് അത് വർത്താവുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ളൊരു കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എന്തായാലും ഒരു എത്നിക് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്യൂംസ്, 2 കോസ്റ്റ്യൂംസേ ഉള്ളൂ, 2 കോസ്റ്റ്യൂംസ് അത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടോ, ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഹെയർ ഗ്രോത്തിൻ്റെ. കണ്ടോ എങ്ങനെ ഇരുന്ന നെറ്റിയാണെന്ന് അറിയാമോ? ഇപ്പം അത്യാവശ്യം നമുക്ക് വലിയ വൃത്തികേടായിട്ട് തോന്നത്തില്ല. കണ്ടോ, നിറയെ മുടിയൊക്കെ ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ നിറയെ, പക്ഷെ ഒത്തിരി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. മുടി വളരാൻ ദ ബെസ്റ്റസ്റ്റ് സംഭവമാണ്. അപ്പം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ തീർച്ചയായിട്ടും ചെയ്യാം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധാവണിയാണല്ലേ. പണ്ട് മൺമറഞ്ഞു പോയ ധാവണികളൊക്കെ അതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പം അടിപൊളിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഈ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ഇത്രയും ധാവണി നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ കണ്ടത് ഈ പ്രാവശ്യമാണ്. പൊതുവേ ധാവണി എന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും കുറേ എംബ്രോയിഡറി വർക്ക്സും കുറേ സീക്വൻസ് വർക്ക്സും ഒക്കെ ആയിട്ടാണ് പൊതുവേ കടയിൽ കിട്ടുന്നത്. പക്ഷേ ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത് പോലെ ഒരു സിംഗിൾ കളറിലുള്ള ബ്ലൗസും സ്കേർട്ടും പിന്നെ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറിലോട്ടുള്ള ഒരു ധാവണിയൊക്കെ കുറേ അന്വേഷിച്ചിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് ആദ്യം ഒരു അടിപൊളി ധാവണി തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പർച്ചേസ്. ഒരു പിങ്ക് ആൻഡ് ഒരു വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തീപ്പെട്ടി കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു കളറിലുള്ള ഒരു ധാവണിയാണ്. കണ്ടോ, ഇതിൽ കുറേ നൂലൊക്കെ അവരെവിടെയൊക്കെ പൊങ്ങിയിരിപ്പുണ്ട്. ഓക്കെ, ഇതിന് ആദ്യത്തെ പ്രശ്നം ഇത് എടുക്കുമ്പോഴേ ഒരു വല്ലാത്തൊരു പ്ലാസ്റ്റിക് ഒക്കെ കരിഞ്ഞ പോലെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇത് എടുക്കുമ്പോഴേക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കേർട്ട് വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു സ്കേർട്ട് വരുന്നത്. അടിപൊളി, നല്ല രസമുണ്ട്. എനിക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് അങ്ങനെ വലിയ ക്വാളിറ്റി ഒന്നും പറയുന്നില്ല, വലിയൊരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ കൊടുത്ത കാശിന് വലിയ കുഴപ്പമില്ലാത്ത വേർത്താണെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രിൻ്റ് വരുന്നത്. എനിക്കൊന്ന് തയ്പ്പിച്ചാൽ നല്ല രസമായിട്ട് കിടക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ബ്ലൗസ്, സെയിം പാറ്റേണിലുള്ള ബ്ലൗസ്. പക്ഷെ ഇവിടെ എല്ലാം കണ്ടോ ഈ നൂലിങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ്. എൻ്റെ മൈക്കിൽ അപ്പോൾ ഈ നൂലിങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിതിൻ്റെ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്താൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലൗസ് പീസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ തയ്പ്പിച്ചിട്ടില്ല കേട്ടോ, ഞാൻ മേടിച്ചിട്ടേ ഉള്ളൂ. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കോസ്റ്റ്യൂം ഇട്ടും കൂടെ ഒരു വീഡിയോ ചെയ്യാം. പിന്നെ മൊത്തം നൂല് ഇതാണ് അതിൻ്റെ ധാവണി
എന്ന് പറയുന്നത്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് ഈ കളർ ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്. ഞാൻ കണ്ട ഒരുപാട് റീൽസ് വീഡിയോസിൽ ഈ ഒരു കോമ്പിനേഷൻ കണ്ടായിരുന്നു. സോ ഇതാണ് അതിൻ്റെ ഒരു കളർ. ഇത് ഭയങ്കര വടിപോലെ നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. ഞാൻ എടുത്തിട്ടുള്ള വേറെ ധാവണീസിന് ഭയങ്കര ഒരു സ്റ്റിഫായിട്ട് ഇങ്ങനെ ധാവണി നിൽക്കും. അത് ഭയങ്കര ബോറാണ്, നമുക്ക് ഒതുക്കി ഉടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എന്നാൽ തീരെ മറ്റേ ഷിഫോൺ പോലെ അങ്ങ് ഫ്ലോയിങ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുമല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എന്താ ഉടുക്കാൻ പറ്റുന്നൊരു ധാവണിയാണ്. എനിക്കിത് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും തോന്നുന്നു. ഈ നൂലും അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ തീരെ മോശം ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്ററിൽ കൊണ്ട് കൊടുക്കുമ്പം അറിയാം എത്ര ക്വാളിറ്റി. എനിക്കത് അത്ര തീരെ മോശം ക്വാളിറ്റി ഇങ്ങനെ പിടിക്കുമ്പോഴേ കീറിപ്പോകുന്ന അങ്ങനത്തെ മെറ്റീരിയലൊന്നും അല്ല. പക്ഷേ ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അതൊന്ന് എനിക്കൊന്ന് ഇതിൻ്റെ സൈഡൊന്ന് അടിക്കുമ്പോഴത്തേക്കും ശരിയാവും എന്നാണ് തോന്നുന്നത്. വലിയ കുഴപ്പമില്ല. ഇനി എൻ്റെ റേറ്റ് നോക്കട്ടെ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ 561 561 രൂപയായിരുന്നു. ഇപ്പം 565 രൂപയാണ്. 561 രൂപയ്ക്ക് വലിയ മോശമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഇത് സ്റ്റിച്ചിങ് ചാർജാണ് ഇനി ഇതിൽ കുറച്ച് കടുപ്പം. വാങ്ങിച്ചത് 500 രൂപയാണെങ്കിലും സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും 1000-ന് പുറത്ത് വരും. പക്ഷേ ഞാനിത് ശരിക്കും പറഞ്ഞാൽ സെമി സ്റ്റിച്ച്ഡ് ആയിരിക്കും. അൺസ്റ്റിച്ചെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫ്രീ സൈസ് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു ഇനിയിപ്പോൾ അത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. പക്ഷെ അല്ലായിരുന്നു, ഇത് മൊത്തം തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. നമ്മുടെ അടുത്തൊരു പർച്ചേസ് എന്ന് പറയുന്നത് എനിക്ക് ഈ പ്രാവശ്യം മീഷോന്ന് ഒരുപാട് പേര് പർച്ചേസ് ചെയ്ത ഒരു ഔട്ട്ഫിറ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ ടൈലർ ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരും പറഞ്ഞു ഇതുപോലത്തെ കുറേ എണ്ണം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളത്. ഒത്തിരി പേരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഔട്ട്ഫിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ഒരു കളറുണ്ടല്ലോ, വേറെ ലെവൽ കളറാണ്. ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ്. ഇതേപോലൊരു കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, ഇതേപോലെ നമ്മുടെ ഒരു സെറ്റ് മുണ്ടിൻ്റെയൊക്കെ പോലെ ഒരു ഷൈനിങ് ആയിട്ടുള്ളൊരു ഇതില്ലേ ഗോൾഡൻ കസവ്. ആ ഗോൾഡൻ കസവാണ്. കാണുന്നുണ്ടോ? എവിടെയോ കണ്ടായിരുന്നു. ഒരു തിളക്കമുള്ള ഗോൾഡൻ കസവാണ്. ഇതിലെങ്ങനെ എനിക്ക് കാണുന്നതെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ, ഒരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് ഇതിൽ പോയിട്ടുള്ളത്. ഗോൾഡൻ കസവ, ഗോൾഡൻ്റെ ഒരു സെറ്റ് സാരിയൊക്കെ നമുക്ക് ഗോൾഡിൻ്റെ പോലത്തെ ഒരു ഷൈനിങ് ഉള്ളത് കിട്ടത്തില്ല, അതേപോലത്തെ ഇതിൽ ഈ ഒരു ബ്ലൂ അടിപൊളിയാണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. മെറൂൺ ഉണ്ടായിരുന്നു, ബ്ലാക്ക് ഉണ്ടായിരുന്നു. മെറൂണൊക്കെ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് സെമി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു സ്കേർട്ട് വരുന്നത്. എനിക്കിത് ഭയങ്കര ലെങ്ത്ത് കൂടുതൽ, ലെങ്ത്ത് കുറയ്ക്കാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് അഴിച്ചിട്ട് ഒന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് ഇടണമായിരിക്കും. അപ്പോൾ എന്തായാലും സംഭവം നല്ലതാണ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ടോപ്പ് കാണുന്നില്ല. ഞാൻ ഈ ടോപ്പ് സ്റ്റിച്ചിങ് സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുപോയി, അതേപോലെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ എവിടെ തപ്പിയിട്ടും എൻ്റെ വിചാരം ഇത് കൂട്ടത്തിലുണ്ടെന്ന്, പക്ഷേ ഇപ്പോൾ കാണുന്നേ ഇല്ല ടോപ്പ്. ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കുറേ നമ്മളിങ്ങനെ പിഞ്ച് പോയി എന്നൊക്കെ പറയില്ല, ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ബീഡ്സ് ഭയങ്കര ലോ ക്വാളിറ്റി ആയിരുന്നു. പിന്നെ ഈ ബീഡ്സ് ത്രെഡ് വെച്ചിട്ട് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ കൂടുതൽ അവർ ഗമ്മും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗമ്മിൻ്റെ ഒരു വൈറ്റ് കളർ മാർക്സ് ആ ക്ലോത്ത് മൊത്തം ഉണ്ടായിരുന്നു. സംഭവം കാണാൻ നല്ല രസമാണ്. ഇവിടെ കഴുത്തിലൊക്കെ നിറയെ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ പിക്ചർ കൊടുക്കാം. കഴുത്തിലൊക്കെ നിറയെ ഇങ്ങനെ ബീഡ് വർക്ക്സ് ഒക്കെ, ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ നിറയെ ബീഡ്സൊക്കെ വെച്ചിട്ട് ബോഡിയിലും കുറേ ഇങ്ങനെ ഗോൾഡൻ കളറായിരുന്നു. ഈ സെയിം കളർ ടോപ്പിൽ ഗോൾഡൻ കളർ ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ബീഡ്സ് വെച്ചിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ നമ്മളിങ്ങനെ ബീഡ്സ് വെക്കില്ലേ, അങ്ങനെ ബീഡ്സ് വെച്ചിട്ടുള്ളൊരു സംഭവമായിരുന്നു. കണ്ടപ്പോൾ നല്ല രസമായി തോന്നി. ഞാൻ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് കൊടുത്തപ്പോഴും അവരും പറഞ്ഞു ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തയ്യക്കൂലി നഷ്ടം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഈ സെയിം കളറിൽ ഒരു ടോപ്പ്, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി കളറായിരുന്നു. സെയിം ഇതിൽ തന്നെ ഒരു ടോപ്പ് എടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പെട്ടെന്ന് ഒരു വാഷിലൊക്കെ പോകും എന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ദുപ്പട്ട. എൻ്റെ കൂട്ടത്തിലൊരു ദുപ്പട്ടയുണ്ട്. നമുക്ക് എങ്ങനെ വേണേലും ഈ സ്കർട്ടും ടോപ്പും വെച്ചിട്ട് വേണമെങ്കിൽ വൺ സൈഡ് മാത്രം നമ്മൾ ഈ ഒരു കസവ് മാത്രം കാണുന്ന രീതിയിലൊരു ഷോള് പോലെ ചെയ്യില്ലേ, അങ്ങനെ ഇട്ടാലും രസമായിരിക്കും. ദാവണി പോലെ നമുക്കിങ്ങനെ ചുറ്റും ഉടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. മറ്റ് ദാവണിയുടെ ഷോളിനും ആവശ്യത്തിനുള്ള ലെങ്ത് ഉണ്ട്, ലെങ്ത് തീരെ കുറവല്ല. അപ്പം ഇത് എനിക്കൊന്ന് കൂടുതലുണ്ടെന്ന് തോന്നുന്നു ലെങ്ത്ത്, നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം. അപ്പം ഇതും സെയിം തന്നെയാണ്. ആ സ്കേർട്ടിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ആയിരുന്നു ഇതിലും ത്രെഡ് വർക്ക്.
ഇതിലങ്ങനെ വലിയ ഇത് മറ്റേതിൻ്റെ നൂലിഴകളൊക്കെയാണ്. ഇതിലങ്ങനെ വലിയ ശല്യം ഇല്ല. ഇതിലങ്ങനെ വലിയ ശല്യമില്ല. മറ്റേതിൻ്റെ നൂലൊക്കെ ഇവിടെ ഉള്ളൂ. അങ്ങനെ വലിയ നൂല് പൊങ്ങിയതുപോലെയൊന്നും തോന്നുന്നില്ല. എന്തായാലും ഇത് വാങ്ങിക്കുവാണെങ്കിൽ എന്താ, നിങ്ങൾ ടോപ്പ് വേറെ നോക്കുന്ന രീതിയിൽ ഇത് മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1000-ന് മുകളിലുണ്ടായിരുന്നു. ഇതിന് റേറ്റ് വന്നിട്ട് 1354. 1354 തുണി എടുത്തു. സെമി സ്റ്റിച്ച്ഡ് ആണ്. വലിയ ലാഭമെന്ന് നമുക്ക് പറയാനായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഒരു 1500 രൂപ വലിയ ലാഭം എന്ന് പറയാനായിട്ടില്ല കേട്ടോ. പക്ഷെ ഒത്തിരി പേര് ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 1354, 1354. അപ്പോൾ അത് 356 ആയി, 1356 ആയി. പക്ഷേ ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള മോഡലിലെ ടോപ്പ് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ ടോപ്പ് അങ്ങനെ വലിയ സുഖമില്ല. ഒത്തിരി ഇതേപോലെ മറ്റേ ധാവണിയുടെ കേസ് പറഞ്ഞ പോലെ ഒത്തിരി നൂലൊക്കെ പൊങ്ങി കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് ടോപ്പ്. വ്യക്തമാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗോൾഡൻ ബീഡ് വർക്കൊക്കെ ഉണ്ട് ടോപ്പിൽ. ഇങ്ങനെ ഇരിക്കും മൊത്തത്തിൽ സംഭവം. കുറേ കളേഴ്സ് ഉണ്ട്. ബ്രൗൺ ഉണ്ട്, റെഡ് ഉണ്ട്. നല്ല രസമുണ്ട്. ആ ഒരു ഫോട്ടോയിലുള്ള ടോപ്പ് കാണുമ്പം ഒരു പേർപ്പിൾ കളറുണ്ട്. ഫോട്ടോയിലുള്ള ടോപ്പ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷെ അങ്ങനെ അത്രയും സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ആ ടോപ്പിന് ഇല്ല എന്നുള്ളതാണ്. ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേണമെങ്കിൽ ഇതേപോലെ ക്ലോത്ത് എടുത്ത് നമുക്ക് കുറച്ചുകൂടെ നല്ല ക്ലോത്ത് എടുത്ത് തയ്പ്പിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വലിയ ലാഭം എന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റിച്ചിങ് കാശും കൂടെ ചേരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കാശാവും ഈ ഒരു സംഭവത്തിന്. പിന്നെ മറ്റേതിനും 500 രൂപ നമ്മൾ മേടിക്കുന്നതാണ്. സ്റ്റിച്ചിങ് എന്തായാലും ഒരു 1000-800 രൂപയാവും. 1300 രൂപ അതിനും ആവും. അപ്പം അത്രേ ഉള്ളൂ. ഒരു വലിയ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ തുണി മാത്രം, ധാവണി മാത്രം ആ റേറ്റിന് കിട്ടത്തില്ല. കാര്യം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ധാവണി ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു ഇതേപോലെ മെറ്റീരിയലായിരുന്നു ഇതും. ഈ മെറ്റീരിയൽ ഇത് ധാവണിയായിരുന്നു കേട്ടോ. ഞാനത് ഇടാഞ്ഞതാണ്. ഒരു പട്ടുപാട രീതിയിലാണ് ഞാൻ തയ്ച്ചത്. അപ്പം ഇതിലാണെങ്കിൽ പോയി ഞങ്ങൾ 1500 രൂപയെ മെറ്റീരിയലും ധാവണിയും, അതായത് ഇതിൻ്റെ മെറ്റീരിയൽ, സ്കർട്ടിൻ്റെ മെറ്റീരിയലും ടോപ്പിൻ്റെ മെറ്റീരിയലും ധാവണിയും കൂടെ 1500 രൂപയെ. സ്റ്റിച്ചിങ് കോസ്റ്റ് ഏകദേശം 800 രൂപയെ. അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ മീഷോയിലെ പർച്ചേസ് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ ക്വാളിറ്റിയിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി അല്ല അതിൻ്റെ ഒരു ക്വാളിറ്റി. എനിക്കിത് പിഞ്ച് പോകുന്നൊന്നുമില്ല. പക്ഷെ ഒത്തിരി നൂല് ഇളകി, അറ്റത്തെയൊക്കെ നൂല് ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ആക്കിയാൽ നശിക്കുന്ന പോലത്തെ ക്ലോത്തൊന്നുമല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ മീഷോയിലത് ലാഭമാണ്. പിന്നെ ഈ ബ്ലൂ നിങ്ങളൊന്നും കൂടെ ആലോചിച്ചിട്ട് മേടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായാലും വേറൊരു ടോപ്പ് എടുക്കേണ്ടി വരും. അതിൻ്റെ ടോപ്പ് ചെയ്തിടാൻ പറ്റും, വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിടാൻ പറ്റും. പക്ഷെ ഒത്തിരി അങ്ങോട്ട് ക്വാളിറ്റി അതിന് പ്രതീക്ഷിക്കണം. ഒത്തിരി കാലമൊക്കെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് സ്കേർട്ടും ആ ഒരു ദുപ്പട്ടയും എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. 2 കോസ്റ്റ്യൂമിൻ്റെ ഒരു റിവ്യൂ അതാണ് ചെയ്തത്. അപ്പം നമുക്ക് നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാം. അതിൻ്റെ ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓണം മീഷോടൊപ്പം വലിയ കുഴപ്പമില്ലാതൊക്കെ നമുക്ക് ആഘോഷിക്കാൻ തോന്നുന്നു. സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.